പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അത് ഏത് ലൈവിൽ ഞാൻ ആണ് അത് എന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് സോളോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സ്റ്റോപ്പാക്കി പിന്നെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ. യൂട്യൂബ് നല്ലതാണ്. യൂട്യൂബ് നമുക്ക് നമ്മുടെ കഴിവുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്. നമുക്കുള്ള കഴിവുകളുണ്ടെങ്കിൽ അതിനെ പ്രകടിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്ലാറ്റ്ഫോമാണ്. ചായ കുടിച്ചോ എന്ന് ചോദിച്ച് അമൽ വീണ്ടും വന്നു. അമൽ പറഞ്ഞതൊന്നും ഞാൻ കേട്ടില്ലേ? എന്നെ ലൈവിൽ കുറേ ആളുകൾ കുറവാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മളോടൊപ്പം സംസാരിക്കണമെന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അമൽ പോയി. അമൽ പോയി ചായ കുടിക്കാൻ പോയി. അമലിന് ചായ കുടിക്കാൻ സമയമായിട്ടല്ലേ? ഞാനാണെങ്കിൽ എപ്പോഴും കുടിക്കും ചായ. ഒരു ചായയെല്ലാം കുടിച്ചിട്ടാണ് അങ്ങനെ കുറച്ച് നേരം ലൈവ് ഇരിക്കാൻ വിചാരിച്ചു. ഞാനിവിടെ എത്തിയത് ഞാനൊരു ശിവഭക്ത ആണ്. ഒരിക്കൽ ശിവലിംഗം കാണിച്ചില്ലേ, അന്നാണ് ഞാൻ സബ്ബാക്കിയത്. ഓക്കെ ഓക്കെ, അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നുണ്ട്. ആ മെസ്സേജ് ഇട്ട മെസ്സേജ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ശിവലിംഗം കാണിച്ചത് കൊണ്ടാണ് പിന്നെ ഞാൻ സബ് ചെയ്തത്. അത് അതിനകത്ത് നിന്ന് കുറേ സബ് കിട്ടി എനിക്ക്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അവസാനത്തെ അടവെടുത്ത പോലെ ആയിപ്പോയി. നമ്മളെ ഇല്ല എന്ന് പറയുവാണ് അമൽ. ചായ കുടിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ അത് അതിൽ അടുത്ത ഒരു സ്റ്റെപ്പ് വയ്ക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ 2 ശിവക്ഷേത്രങ്ങൾ എടുത്തു. രണ്ടും വളരെ സ്പെഷ്യാലിറ്റി ഉള്ള സ്ഥലങ്ങളും ഒക്കെയാണ്. പക്ഷെ മൂന്നാമത് എന്ത് ചെയ്യുമെന്ന് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മൂന്നാമത് ചെയ്യുമ്പം അതിനേക്കാളും നല്ലതല്ലേ ഒന്ന് ചെയ്യണം. ഞാനും ഒരു ശിവൻ വിശ്വാസിയാണ്. എൻ്റെ അടുത്തൊരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും അവിടെ പോകുമായിരുന്നു. പക്ഷെ ഇതെൻ്റെ അടുത്തുള്ള ശിവക്ഷേത്രമല്ല, ഇത്തിരി ദൂരെയുള്ളതാണ്. പക്ഷെ എന്നാലും വലിയ സ്പെഷ്യാലിറ്റി ഉള്ള ക്ഷേത്രങ്ങളാണ്. ഒന്ന് ഒരു വലിയ കുന്നിൻ്റെ മുകളിലുമാണ്. അവിടെ നിന്നാൽ കടലൊക്കെ തൊട്ടടുത്താണ്. അങ്ങനെ ഒരു സ്ഥലമാണ്. മറ്റേത് ശിവലിംഗം കാണിക്കുന്നതാണെങ്കിൽ ഹനുമാൻ യാത്രാമധ്യേ ശിവലിംഗവുമായിട്ട് അവിടെ ഇറങ്ങി എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തിൽ പറയുന്നത്. ലങ്കയിലേക്ക് പോകുമ്പോൾ, ശിവലിംഗവുമായിട്ട് ലങ്കയിലേക്ക് പോകുമ്പോൾ ഹനുമാൻ റെസ്റ്റിനായിട്ട് ഇറങ്ങിയ സ്ഥലമാണ്. എനിക്കും അതന്നെയാണ്. ഞാൻ ഇപ്പോഴും അതെടുത്ത് കുറച്ച് സമയമൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തായാലും അത് ആ വീഡിയോയും നല്ലതായിട്ട് എടുക്കാനും പറ്റി. ഫോട്ടോയൊക്കെ എന്തോ ഒരു പ്രത്യേക ഒരു പവറുള്ളത് പോലെ ആയിരുന്നു ഫോട്ടോയിൽ പോലും അതിനെ കാണാൻ. ഞാൻ എടുക്കുന്ന ഫോട്ടോയ്ക്കും വീഡിയോയ്ക്കും ഒന്നും അത്ര പവർ സാധാരണ വരാത്തതാണ്. പക്ഷെ എന്തോ ഒരു പ്രത്യേക പവർ അതിനുണ്ട്. ശരി, ഞാനിപ്പോൾ ആ യാത്രയിൽ ഇനി പുതിയ സ്ഥലം അന്വേഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇങ്ങനെ ക്ഷേത്രങ്ങളെയും ഐതിഹ്യങ്ങളെയും കുറിച്ചുള്ള കുറേ വീഡിയോസൊക്കെ എടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. യൂട്യൂബിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ കുറേ തടസ്സങ്ങൾ. പുറത്തിറങ്ങാനൊക്കെ ഒരു മടി, യാത്ര ചെയ്യാൻ കുറച്ച് മടി. അതെ അതെ എന്ന് പറയുകയാണ്. അതും എപ്പോഴാണ് ലൈവ് ഇടാറുള്ളത്?